അപ്പോൾ വിഷ്ണു ചേട്ടൻ അവിടെ ചെറുതായിട്ട് തിരക്കിലാണ്, കസ്റ്റമറുണ്ട്. സോ ഇവിടെ നിങ്ങളിപ്പോൾ കസ്റ്റമർ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇവർ തിരക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കസ്റ്റമർ ലോഞ്ച് ഉണ്ട്. അതും AC ആണ് ഗൈസ്. ഇവിടെ ആയിട്ടാണ് കേട്ടോ അത്. ഇതാണ് നമ്മുടെ കസ്റ്റമർ ലോഞ്ച് വരുന്നത്. ഇവിടെ TV ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് AC ഒക്കെ കൊണ്ട് സമാധാനത്തിൽ നിങ്ങൾക്ക് ഇരിക്കാം. ഓ എന്തൊരു സുഖമല്ലേ, കുറച്ച് നേരം അകത്തിരുന്നിട്ട് പോകട്ടാ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ 2-3 നിലകളുണ്ട്. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വിഷ്ണു ചേട്ടൻ ഒന്ന് വന്നോട്ടെ ഏട്ടാ. കഴിഞ്ഞാ പോകാം. അപ്പോൾ നമുക്കിവിടെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ലിഫ്റ്റ് അവൈലബിൾ ആണ്. സോ നമ്മൾ ലിഫ്റ്റിൽ കയറിയാണ് പോകുന്നത്. നമ്മൾ പണിയെടുത്ത് തളരുന്ന സമയത്ത് ആ കസ്റ്റമർ ലോഞ്ചിൽ പോയിരുന്നാൽ മതിയല്ലേ. ഇവരെ സമ്മതിക്കണോട്ടെ. ഇനിയുള്ള മുകളിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ടാസ്ക്. ഇവിടെ എത്ര നില? 3 നിലയോ? 3 നിലയുണ്ട് കേട്ടാ. 3 നിലയും നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ നിലയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ നിലയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയായിരുന്നു വിഷ്ണു ചേട്ടാ? എന്താണ്? അയ്യോ, ഏറ്റവും മുകളിൽ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടാ, അത് കാണിക്കാൻ വിട്ടുപോയി. കാണിച്ചു തരാം. കർത്താവേ, ക്യാമറമാൻ നോക്കി കയറണം കേട്ടാ. എക്സ്പൾസ് 200. ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഇവിടെയും കൂടുതൽ ഫൈബർ പാർട്സ് ആണ്. ഇവിടെ പ്ലാറ്റ്ഫോമുകൾ, ലോവറുകൾ, മൺകാറുകൾ, എല്ലാവരുടെ മൺകാറുകൾ, ഇന്നർ ഷീൽഡുകൾ, എല്ലാ വണ്ടികളുടെയും ഇന്നർ ഷീൽഡുകൾ, സ്കൂട്ടേഴ്സിന്റെ ഒക്കെ. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ഇവിടെ കൂടുതൽ ഓക്കെ. ഇത് നമുക്ക് ഫ്രഷ് പീസും സെക്കൻഡ് ഹാൻഡും ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് വേണ്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് പീസും. ഓക്കെ, ഇപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇല്ലാത്ത പാർട്സ് ആണ്, നിങ്ങൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടത്തെ ഏറ്റവും മുകളിലത്തെ തട്ടാണ് കേട്ടോ. അവിടെ ആയിട്ടുള്ളത് ഈ പറഞ്ഞ പാർട്സ് ഒക്കെയാണ്. ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഇത് കുറച്ച് ടാസ്ക്കാണ്. ഇവർക്ക് പിന്നെ ഡെയിലി ഇവർ കയറി ഇറങ്ങി ശീലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾക്കിത് സത്യം പറഞ്ഞാൽ പുതുമയാണ്. കണ്ടോ, നമ്മൾ നോക്കി ഇറങ്ങുന്നത്. ടയർ ഉണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട്? ടാങ്കുകളുണ്ടാവും, സെക്കൻഡ് ടയർ ഉണ്ടാവും, പിന്നെ അപ്പുറം ഹെഡ് ലൈറ്റുകൾ ഉണ്ടാവും. ഓക്കെ, ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ കൂടുതലും ഹെഡ് ലൈറ്റുകൾ അല്ലേ? LED ഹെഡ് ലൈറ്റുകളാണ് ഇവിടെ കൂടുതലുള്ളത്. നമ്മുടെ എൻഡോർക്കിന്റെ ഒക്കെ ഹെഡ് ലൈറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാം. തലക്ക് മീതെ ഇത് കണ്ടില്ലേ നിങ്ങൾ? പ്ലാറ്റിന അങ്ങനെ ഓരോരോ നോക്കിക്കേ. നമ്മുടെ ഡിസ്കവറിന്റെ ഒക്കെ ടാങ്ക് ഒക്കെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പോലീസിന്റെ ടാങ്കോ? അതെ, അതുവരെ ഉണ്ട്, അതുവരെ ഉണ്ട്. നോക്ക് നോക്ക്, ഇതേ കണ്ടോ? കൊള്ളാല്ലേ സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് അപ്പുറത്ത് തട്ടി പോവാം. ഇവിടെയും നമുക്ക് ഒരുപാട് ടാങ്ക് നമുക്കിതേ കണ്ടല്ലേ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം സെക്കൻഡ് ഹാൻഡ് ആണ്. ഓക്കെ, സെക്കൻഡ് റേറ്റ് ആവുള്ളൂ, ചെറിയ പൈസ ആവുള്ളൂ, 900 രൂപയൊക്കെ ആവുള്ളൂ. എല്ലാ മോഡലും ഉണ്ടാവും.
ഹിമാലയ ടാങ്ക്, അവഞ്ചർ ടാങ്ക്, എക്സ്പ്രസ് എല്ലാം വേണ്ട ടാങ്കാണ്. ഹിമാലയന്റെ ഒക്കെ ടാങ്ക് ഒക്കെ ദേ ഇവിടെ അവൈലബിൾ ആണ്. ഇത് നോക്കിക്കേ, മറ്റേ നമ്മുടെ ഡുവൽ കളർ വരുന്നതില്ലേ, റെഡും ബ്ലാക്കും കൂടെ, പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് കളർ മാത്രം വരുന്നത്, പിന്നെ പുതിയ ഹിമാലയന്റെ ടാങ്ക് അത് നോക്കിക്കേ, അത് കണ്ട പുതിയ ഹിമാലയന്റെ ടാങ്ക് ഇട്ടാ. അയ്യോ ഇതൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോഴുണ്ടാ കാണുന്നത്, സത്യം കിട്ടും. പിന്നെ നമ്മുടെ ഹണ്ടർ സ്ലീറ്റ്, ഓ കത്താവേ. പിന്നെ അതുപോലെ തന്നെ ഹണ്ടർ, ക്ലാസിക് 350, സ്പ്ലെൻഡറിൻ്റെ എവിടെ, അതെ സ്പ്ലെൻഡർ, പഴയ സ്പ്ലെൻഡറിൻ്റെ ടാങ്ക്, കരീഷ്മ. എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 വീലറിൻ്റെ എല്ലാ പാർട്സും ഇവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ അങ്ങോട്ട് തീർത്തും പറയാം. ഇത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പാർട്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത്. കാരണം ഒരു വണ്ടിയുടെ A to Z പാർട്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്ത തട്ടിലേക്ക് പോകാം. ഈ ഇറങ്ങി വരുമ്പോൾ ബോഡി പാർട്സ് തന്നെ, എൻഡോർക്കിന് സൈഡ് പീസ്, സൈഡ് കവറും, ഈ നമ്മുടെ റേയാൻ വണ്ടികളൊക്കെ ഇല്ലേ, കിട്ടാത്ത പാർട്സ് എല്ലാം പുതിയത് വണ്ടിയൊക്കെയാണ്. നമുക്കുള്ള ടോട്ടൽ ലോസ് വണ്ടി പണിയാൻ പറഞ്ഞേ എല്ലാം ഉണ്ടാവും. ആക്സിഡന്റ് ആയിട്ടുള്ള വണ്ടികളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ അതിപ്പോ വേറെ കസ്റ്റമർ വന്ന് ചോദിച്ചാലും ഈ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് ക്ലിയർ ചെയ്ത് പറയാവോ? ടെസ്റ്റ് ഇപ്പൊ നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? ഇത് ചെയ്തു കൊടുക്കുമല്ലോ ഇവിടെ എന്തായാലും. ഇതെല്ലാം ഫ്രഷ് പീസുകളാണ് കേട്ടോ. ഈ ഇരിക്കുന്ന മൊത്തം ഫ്രഷ് പീസുകളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ സ്ക്രാപ്പ് ചെയ്യുന്ന ഒരു ഷോപ്പായിട്ട് നിങ്ങൾ അങ്ങനെ മാത്രം നിങ്ങൾ കാണണ്ട. ഇവിടെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് പാർട്സും ഫ്രഷ് പീസ് പാർട്സും നമുക്ക് ഇവിടെ ഒരുപോലെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ ഏത് വണ്ടിയുടെയാണ്? ഇതൊക്കെ ഡിയോന്റെ അല്ലേ? ആ ഓക്കെ ഓക്കെ. ഇത് പെയിന്റിംഗ് ഒക്കെ ചെയ്യോ നിങ്ങൾ ഇവിടെ? ചെയ്യുന്നുണ്ടല്ലേ? ആൽഫ മനസ്സിലായത് നിങ്ങൾക്ക്, ഞാൻ കാണിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ട് ആൽഫയുടെ ഒരു ബ്ലൂ കളറും പിന്നെ അതുപോലെ തന്നെ ഒരു കാപ്പി മെറൂൺ പോലത്തെ ഒരു കളറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആൽഫ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. ഓക്കെ ഓക്കെ. ആ ഇതൊക്കെ ഫ്രഷ് പീസ് സാധനങ്ങളാണ് കേട്ടോ. ഇത് നോക്കിക്കേ. അപ്പൊ ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇങ്ങോട്ട് നേരെ വന്നാൽ മാത്രം മതി വണ്ടിയായിട്ട്. ബാക്കി A to Z കാര്യങ്ങൾ ഇവർ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഡിയോന്റെ ഓക്കെ ഓക്കെ. പുതിയ ഡിയോന്റെ പാർട്സ് ഒക്കെ ഉണ്ടാകും. എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാ പാർട്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് കൂടാതെ നമുക്ക് പുത്തൻ ടയേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഇൻഡിക്കേറ്ററുകൾ, മൺകാറികൾ. ഇതൊക്കെ ഏതായിരുന്നു? ഇതൊക്കെ ഈ ഇരിക്കുന്നതൊക്കെ ഇതാണ് ഇവിടത്തെ ഇതൊക്കെ നമ്മുടെ RX 135ന്റെ ഒക്കെ ട്യൂബുകളാണ്. പിന്നെ മൺകാറികൾ, യൂണിക്കോൺ, NS, ഡിയോ എല്ലാം അങ്ങനെ മൺകാറി ഇവിടെ ഒന്നും ഇല്ലാത്തില്ല, എല്ലാം ഉണ്ടാവും. അങ്ങനെ പറക്കി പറയാനൊന്നും ഇല്ലാത്ത. ഞങ്ങള് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന മാത്രമേ ഉള്ളൂ. കാരണം ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെ പാർട്സ് ഇവിടെ ഉണ്ടെന്ന് പറയണം. അപ്പൊ എടുത്തെടുത്ത് പറയുന്നില്ല പ്രത്യേകിച്ച്. ഇനി നമുക്ക് അടുത്ത തട്ടിലേക്ക് പോകാം കേട്ടോ. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അതും കൂടെ കാണിച്ചു തരാട്ടാ. ഞാൻ തന്നെ മറന്നുപോയി, ഇവിടെ ഒരു പ്രാവശ്യം വന്നതാണ്. പിന്നെ എല്ലാ കളറും ഉണ്ടാവും. ഈ വെസ്പയുടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പാടല്ലേ ഏട്ടാ? കിട്ടില്ല. അതിൻ്റെ നമുക്ക് റെഡ്, ബ്ലാക്ക്, ഓറഞ്ച് കളറൊക്കെ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ മൊത്തം ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചിരിക്കണ്ട, ഞാനവിടെ വർക്ക് ചെയ്തതാണ് കേട്ടോ. ഇപ്പം അല്ല, ഒരു 2019 ഇപ്പം ആ ഷോറൂം പൂട്ടിപ്പോയി ഗൈസ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വേറെ ഷോറൂമിൽ കയറി. കുറച്ചാളുണ്ടായി തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്തതാണ് ജയ് മോട്ടോഴ്സിൽ. അപ്പോൾ ഇത് നമ്മുടെ വെസ്പയുടെ മഡ് ഗാർഡൊക്കെയാണ്.
പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നു RX 135ന്റെ ഇന്നർ ട്യൂബും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻറ്റേജ് വണ്ടിയുടെ സാധനം വരെ. പിന്നെ അതുപോലെ തന്നെ ലേഡീസ് ഫൂട്രസ് ഇത് ഉണ്ടല്ലോ, ഫ്രഷ് പീസ് സാധനമൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടാ ദേ ഇതുണ്ടല്ലേ ഫ്രഷ് പീസ് സാധനങ്ങൾ. പിന്നെ ബുള്ളറ്റിൻ്റെ സൈലൻസർ അല്ലേ, ബുള്ളറ്റിൻ്റെ സൈലൻസറുകൾ നമുക്ക് അവൈലബിൾ ആണ്. സൗണ്ട് ഇല്ലാത്താണ് ചെയ്യുന്നത്. സൗണ്ട് ഷെല്ലുള്ളത്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം ഗൈസ്. അലോയ് വീലുകളുണ്ടോ? ആ ഓക്കെ. ജിപ്പിട്ടറിന്റെ വീലുകൾ, ജിപ്പിട്ടർ ഫ്രഷ് പീസ് ആണ്. ഫ്രഷ് ഉണ്ടാവും, സെക്കൻഡും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. എല്ലാം കൊണ്ട് ലെവൽസ് ഉണ്ടാവും, എല്ലാം വളരെ ഉണ്ടാവും. മറ്റേ നമ്മുടെ സ്റ്റാൻഡേർഡും ക്ലാസിക്കും ഒക്കെ അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. ഫൈബറിനുള്ളത്. ഓക്കെ. വിളിക്കുന്നുണ്ടോ? ഓക്കെ. അല്ല ഇതും കൂടെ എടുത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞില്ലേ ഇത്? ആണോ?